കേരള സർക്കാർ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചടയമംഗലം വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു. ഇതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് സമരം സൂചനയാണ് സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും ഓർത്തു കളിച്ചോ പിണറായി നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം കോൺഗ്രസിന്റെ പ്രതിഷേധം നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ പിണറായിയുടെ കുറുവാ സംഘം വൈദ്യുതി ചാർജ് കുത്തനെ കൂട്ടി കേരള ജനതയെ ദ്രോഹിക്കുന്നു നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പിണറായി വിജയ മൂരാച്ചി നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകൂ ഇന്നീ സമരം സൂചനയാണ് കേശവി ഓഫീസിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രതിഷേധ ധർണയ്ക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വടക്കവിൽ നാസറിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ ദക്ഷിണ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന ജയിച്ചിട്ടാക്കും ഈ മഹത്തായ ധർണ ഉദ്ഘാടനം ചെയ്യുന്ന KPCCയുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ എം നസീർ, മറ്റ് കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹികളെ, മണ്ഡലം പ്രസിഡന്റുമാരെ, കോൺഗ്രസിന്റെ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികൾ, ഇന്ന് സംസ്ഥാനം ഒട്ടൊക്കെ തന്നെ ഇതുപോലുള്ള ധർണകൾ നടത്തുകയാണ്. ഇന്ന് 10:30 നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ തിരുവനന്തപുരത്ത് പട്ടത്ത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട്
കേരളം ഒട്ടുക്ക് ഈ വൈദ്യുതി ചാർജിനെതിരായുള്ള സമരത്തിൽ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇലക്ട്രിസിറ്റി ഓഫീസിന് മുമ്പിൽ തന്നെ ഞങ്ങൾ 4-5 തവണ ഇതുപോലെ വർധന വരുത്തുമ്പോൾ ധർണ നടത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം ഈ വർധന വരുവാനുള്ള കാരണം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ ആര്യാടൻ മുഹമ്മദ് വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയുമായിരിക്കുമ്പോൾ 30 വർഷത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ 4 രൂപ 30 പൈസയ്ക്ക് കറണ്ട്, ഒരു യൂണിറ്റ് കറണ്ടിന് വേണ്ടിയുള്ള കരാർ നമ്മുടെ ഗവൺമെന്റ് ചെയ്തതാണ്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ്, ശ്രീ പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആ കരാറിനെ ക്യാൻസലാക്കിക്കൊണ്ട് ഹ്രസ്വകര, അതായത് അദാനിക്ക് ഒരു 10 രൂപ 15 രൂപയ്ക്ക് ഇടയ്ക്ക് ഒരു യൂണിറ്റ് പൈസ കൊടുത്തുകൊണ്ട് കൊള്ള ലാഭം വാങ്ങിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ പാർട്ടിക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പിണറായിക്ക് പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ അടിസ്ഥാനത്തിലുള്ള കരാർ റദ്ദാക്കി അദാനിക്ക് കൊടുത്തപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അങ്ങനെ അതിൽ അഴിമതി അവർ കാണിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, മണിയാർ ജലവൈദ്യുത പദ്ധതി അത് ഈ ഡിസംബർ 30 ആകുമ്പോൾ അതിന്റെ കാലാവധി തീരുകയാണ്. 30 വർഷത്തേക്ക് കൊടുത്തതാണ്. പക്ഷേ അത് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോകുന്നു? അതും അവർക്ക് ഇഷ്ടപ്പെട്ട കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് അതിനെ കരാർ നീട്ടി 25 വർഷത്തേക്ക് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെയും നേട്ടം ഇടതുപക്ഷ ഗവൺമെന്റിന് ഉണ്ടാവുകയാണ്. നമുക്കറിയാം, ഇപ്പൊ 12ഓളം ചെറുകിട വൈദ്യുത പദ്ധതികൾ BOT വ്യവസ്ഥയിലുണ്ട്. ഈ കരാറ്, ഈ ഇടമലയാൾ കരാറ് അവർക്ക് നീട്ടിക്കൊടുക്കുമ്പോൾ ആ 12 ചെറുകിട വൈദ്യുതി കമ്പനികൾക്കും കൂട്ടേണ്ടി വരുമ്പോൾ അതിന്റെ സാമ്പത്തികമായുള്ള മിച്ചം, അതിന്റെ അഴിമതി ഈ സർക്കാരിനും അതുപോലെ തന്നെ പിണറായി ഗവൺമെന്റിനുമാണ്. ഇതൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മളെ പ്രതിപക്ഷ മുൻ നേതാവ് രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു, നിങ്ങൾ വരൂ, ഇതിനെപ്പറ്റി സംസാരിക്കാം, ഞാനിത് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ അവർ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. കാരണം ഇത് മൊത്തവും അഴിമതിയും കൊള്ളയും നടത്തി ഈ സർക്കാരിന്റെ ഇനി 1.5 വർഷം കൂടെ ഉള്ളൂ. അങ്ങനെ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി അടുത്ത തിരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനുള്ള ഒരു പദ്ധതി, ഗൂഢ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇപ്പോൾ ജനം ബുദ്ധിമുട്ടുകയാണ്. മരിക്കണോ ജീവിക്കണോ എന്ന് പോലും ജനം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കുള്ള വില കൂട്ടി, അതുപോലെ തന്നെ വെള്ളത്തിന് വില കൂട്ടി, അതുപോലെ തന്നെ വീടിന്റെ കരം കൂട്ടി, റവന്യൂവിന്റെ ടാക്സ് കൂട്ടി. അങ്ങനെ ഏതിലാണ് കൂട്ടാത്ത? കൂട്ടുന്നതിന് ഒരു ന്യായമുണ്ട്. ആ ന്യായമൊക്കെ അവർ മാറ്റിയിട്ട് ബഹുത്തായ നിലയിൽ, കൊള്ള നിലയിൽ ഉള്ള നിലയിലുള്ള കൂട്ടാണ് ഈ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ബഹുമാനായ ജെയിംസൺ ചാക്കോ പ്രസിഡന്റിന്റെ ചാർജ് വഹിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ APCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് അടുത്ത ചെറ ബ്ലോക്കിന്റെ യോഗത്തിനും കൂടെ കാണിച്ചാൻ വേണ്ടി പോയിന്റ് എന്താണ്. അദ്ദേഹത്തിന് പിന്നെ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ പൂങ്കോട് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം എല്ലാ നിലയിലും വീട് വീടാന്തരം ഓരോ കവലകളിലും അദ്ദേഹം ആ നോമിനേഷൻ കൊടുത്തിട്ട് തീരുന്നത് വരെയും ഞങ്ങളോടൊപ്പം നിന്ന് ആ വിജയത്തിൽ ഒരു തിലകക്കുറി ചാർത്തിട്ട് അദ്ദേഹം പോയുള്ളൂ. അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനും ഞാൻ എന്റെ വ്യക്തിപരമായ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തവിടെ ഓരോരുത്തരെയും പേര് പറയുന്നില്ല. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റുമാർ, അതേപോലെ തന്നെ മറ്റ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ, INTUCയുടെ പ്രതിനിധികൾ, അങ്ങനെ എല്ലാ ആൾക്കാർക്കും, അതേപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാ കോൺഗ്രസിന്റെയും ജനാധിപത്യ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത്, ജയ് കോൺഗ്രസ്. ധർണ ഉദ്ഘാടനം ചെയ്യുന്ന KPCCയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീറിനെ ക്ഷണിക്കുക. പ്രിയമുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന ശ്രീ ജെയിംസൺ ചാക്കോ, ഇവിടെ ധാരാളം നേതാക്കന്മാർ ഈ പരിപാടി സജീവമായി പങ്കെടുക്കുന്നു. എല്ലാവരുടെയും പേര് പറയുന്നില്ല. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെമ്പാടും
KPCCയുടെ നേതൃത്വത്തിൽ ആഹ്വാനപ്രകാരം വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരായ പ്രതിഷേധം നടക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ശ്രീ വടക്കതിൽ നാസർ അദ്ദേഹത്തിന്റെ ഹ്രസ്വമായ പ്രസംഗത്തിൽ വളരെ കാതലായ കാര്യങ്ങൾ പറഞ്ഞു. ഈ വൈദ്യുതി ചാർജ് വർധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിക്കും ഭരണത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കുടുംബ സ്വത്തുണ്ടാക്കാനും പാർട്ടി സ്വത്തുണ്ടാക്കാനും ഈ വൈദ്യുതി ബോർഡിനെ ഉപയോഗിച്ചതിന്റെ ദുരന്ത ഫലം കഴിഞ്ഞ 6 പ്രാവശ്യമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ്. നമുക്ക് മറ്റേത് ബില്ലുകളും നമുക്ക് മാറ്റിവെക്കാം, വൈദ്യുതി ബില്ല് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. മാറ്റിവെച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ദിവസം കഴിയുമ്പോൾ അതിന്റെ ഫ്യൂസ് ഊരിക്കൊണ്ട് അവർ പോകും. വൈദ്യുതി ഇല്ലാതെ ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഗവൺമെന്റ് ചെയ്തു തന്നിരിക്കുന്നത് രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 വരെ കറണ്ട് ഉപയോഗിക്കുന്നവർക്ക് 20% ഇളവ്, 6 തൊട്ട് രാവിലെ 6 വരെ രാത്രി മുഴുവനും വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 25% വർധന. ഈ യൂണിറ്റ് വർധനയ്ക്ക് പുറമെയാണ്, ഒരു പാക്കേജാണ്, ഒരു സ്കീമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, പകല് ജോലിക്ക് പോകുന്ന ആളുകൾ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്. എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഏകദേശം വൈകിട്ട് 6 മണിയോടുകൂടിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം അവരവരുടെ വീടുകളിൽ ഒരു 80% അങ്ങനെ. അപ്പൊ പകല് വൈദ്യുതി ചാർജിന് 20% ഇളവ് പ്രഖ്യാപിച്ച് 25% രാത്രികാലങ്ങളെ കൂട്ടി തീവട്ടിക്കൊള്ള എന്ന് പറഞ്ഞാൽ തീവട്ടിക്കൊള്ളയാണ്. പല വൈദ്യുതി പദ്ധതികളും ഇവര് കമ്പനികൾക്ക് വീണ്ടും കൊടുക്കുകയാണ്. ഇപ്പൊ മണിയാറിന്റെ കാര്യം പറഞ്ഞു. മണിയാറ് നമുക്ക് BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പദ്ധതിയാണ്. മണിയാർ എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി BOT അടിസ്ഥാനത്തിൽ നിർമ്മിച്ച പദ്ധതിയാണ്. ആ പദ്ധതി ഈ 30-ാം തീയതി നമുക്ക് സർക്കാരിന് തിരിച്ചു തരണം, KSEBിക്ക് തിരിച്ചു തരണം. അപ്പൊ P രാജീവും കൃഷ്ണൻകുട്ടിയും മുഹമ്മദ് റിയാസും കൂടി ഒരു പണിയുണ്ടാക്കി. ഇപ്പൊ അതിന് 25 വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള ചർച്ച നടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇവിടെ നിങ്ങൾക്കറിയാം അദാനിയെ ഈ കേരളത്തിലെ ജനസമൂഹം എതിർക്കുന്ന ആണ് അദാനിയെ ഇവിടെ കൊണ്ടുവന്ന് 5 രൂപ 50 പൈസയ്ക്ക് കിട്ടുന്ന വൈദ്യുതിയെ 10 രൂപയ്ക്കും 14 രൂപയ്ക്കും വാങ്ങിച്ച് ഈ നാട്ടിലെ ജനങ്ങളെ കൊള്ളയടിക്കാൻ, ഇവർ കൊള്ളക്കാരല്ല എന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും സഖാക്കൾക്ക് കഴിയുമോ? എല്ലാ CPMന്റെയും CPIയുടെയും സഖാക്കളെ വീട്ടിലും ഈ ചാർജ് അടച്ചേ പറ്റൂ. അവർക്ക് പ്രത്യേക ഇളവില്ല. അപ്പൊ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി എത്രയോ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു എന്നുള്ളത് ഈ വൈദ്യുതി ബോർഡിന്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാം. എത്ര കോടി രൂപ നമ്മൾ വൈദ്യുതി ബോർഡിൽ ലാഭമുണ്ടാക്കി, നമ്മൾ വർഷങ്ങളായി ഉണ്ടായിരുന്ന നഷ്ടം നികത്തി അതിന്റെ ഗുണഭോക്താക്കൾക്ക് നൽകി. ഒരു വേളയിൽ വൈദ്യുതി ചാർജിന്റെ 25 പൈസ ഒരു യൂണിറ്റിന് കുറച്ചുകൊണ്ട് ആര്യാണ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ച് ജനങ്ങൾക്ക് ജനക്ഷേമം ചെയ്ത ഒരു ഗവൺമെന്റിൽ നിന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം എല്ലാ മേഖലയും, ഇത് മാത്രമല്ല സമസ്ത മേഖലയെയും കട്ടുമുടിച്ചുകൊണ്ട്, സമസ്ത മേഖലയും കൊള്ളയടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന അഴിമതി, അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഫലമായി അവർ നഷ്ടത്തിലോടുന്നതിന്റെ ഫലമായി, ചെറിയ നഷ്ടമൊന്നുമല്ല, 50,000-ൽ പരം രൂപയുടെ നഷ്ടമാണ് ഈ 8 വർഷമായിട്ടുണ്ടായിരിക്കുന്ന പറയുന്ന. അത്രയും വലിയ നഷ്ടം ജനങ്ങളെ ഓരോ പ്രാവശ്യവും കൊള്ളയടിക്കുകയാണ്. 50,000 കോടി. ഈ നഷ്ടം നികത്താൻ മീറ്ററിന് വാടക, കറണ്ട് ചാർജിന്റെ അമിതമായ ഈടാക്കൽ, അതുപോലെ തന്നെ ഫൈന്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ ഗവൺമെന്റും, നമ്മളെ കേരളം ഭരിച്ച എല്ലാ ഗവൺമെന്റും കൃഷി ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതി സൗജന്യമാണ് കൊടുക്കുന്നത്. 5 ഏക്കർ പുരയിടമുള്ളവർ, കരഭൂമിയുള്ള ആളുകൾക്ക് വൈദ്യുതി 5 ഏക്കർ വരെ സൗജന്യമാണ്. 5 ഏക്കർ കൃഷിഭൂമി, നിലമുള്ള നിലം കൃഷി അടക്കമുള്ള കൃഷികൾക്ക് ഉള്ള വൈദ്യുതി എന്ന് പറഞ്ഞാൽ കൃത്യമായി സൗജന്യമാണ്. കരഭൂമിക്ക് മാത്രമാണ് 5 ഏക്കറിൽ കൂടുതൽ ഉണ്ടായാൽ ഒരു 20% ഈടാക്കുന്നത്. ഇപ്പോഴ് അതും എടുത്തു കളഞ്ഞു. കൃഷിഭൂമിക്കും കൃഷി ആവശ്യങ്ങൾക്കും ഉൾപ്പെടെ എല്ലാം ഈടാക്കുന്ന ഒരു അവസ്ഥയാണ്. എങ്ങോട്ട് പോകുന്നു പിണറായി വിജയൻ? ഇവിടെ ഈ ഖജനാവില് നിങ്ങൾക്കറിയാം, നമ്മുടെ
ഇവിടുത്തെ ഒട്ടേറെ ക്ഷേമനിധി ബോർഡുകളുണ്ട്. ഈ ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന 10 രൂപ 30 രൂപ 50 രൂപ മാസം തോറും അടയ്ക്കുന്ന തൊഴിലാളികൾ, വിവിധ മേഖലയിലെ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇടുന്ന അതിൽ നിന്ന് വരുന്ന ഫണ്ടാണ് ക്ഷേമനിധി ബോർഡിന്റെ ഫണ്ട്. ആ ഫണ്ട് മുഴുവനെ അവരെടുത്തോണ്ട് പോയി. അതുപോലെ കേരള ബാങ്ക് ഉണ്ടാക്കി. കേരള ബാങ്കിലെ ആസ്തി മുഴുവനും എടുത്തു. ഇവിടെ എല്ലാം എടുത്തു. കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാനുള്ള പരിധിക്ക് വേണ്ടി അവർ അദാനിയെയും മോദിയെയും അതുപോലെ നിർമ്മല സീതാരാമന്റെയും കാൽക്കൽ വീഴുകയാണ്. ശമ്പളം കൊടുക്കണമെങ്കിൽ കടമെടുക്കണം. ഇവിടെ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. മന്ത്രിമാർ മണിമാളികകൾ താമസിച്ച് പഞ്ചനക്ഷത്ര സൗകര്യങ്ങൾ ആസ്വദിച്ച് സുഭിക്ഷമായി തേരാപ്പാര ദേശീയ പാതയിലൂടെ ഇങ്ങനെ ലൈറ്റ് വെച്ച്, ചുവന്ന ലൈറ്റ് വെച്ച് കറങ്ങുന്നതല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. നടക്കുന്നത് CPM-ന്റെയും CPI-യുടെയും കുറച്ച് മന്ത്രിമാർക്കും അവരുടെ പാർട്ടിയിലെ കുറച്ച് പിടിയാളുകൾക്കും മാത്രമാണ് എല്ലാം നടക്കുന്നത്. കുറച്ച് പിൻവാതിൽ നിയമനം. സ്മാർട്ട് സിറ്റിയുടെ കാര്യം നിങ്ങൾക്കറിയാം. സ്മാർട്ട് സിറ്റി ഇപ്പൊ ടീകോം കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് വേറെ വിൽക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുരം വൈദ്യുതി പദ്ധതിയുടെ പേരിലുള്ള 100 ഏക്കർ സ്മാർട്ട് സിറ്റിക്ക് വെറുതെ കൊടുത്തതാ. ആ 100 ഏക്കർ തിരിച്ച് വൈദ്യുതി KSEBിക്ക് കൊടുക്കുന്നില്ല. പകരം അതും കൂടി വിൽക്കാൻ പോവുകയാണ്. ഓർക്കണം, 100 ഏക്കർ എന്ന് പറഞ്ഞാൽ 1 ഏക്കറിന് 5 ലക്ഷത്തിന് മേൽ വിലയുള്ള കണ്ണായ സ്ഥലമാണ്. ബ്രഹ്മപുരം പദ്ധതിക്ക് വേണ്ടി 200 ഏക്കർ ഗവൺമെന്റ് വില കൊടുത്ത് മേടിച്ചിട്ട് ആ 100 ഏക്കർ സൗജന്യമായി KSEBിക്ക് സ്മാർട്ട് സിറ്റി വികസനത്തിന് വേണ്ടി കൊടുത്ത ഈ KSEB കൊടുത്ത സ്ഥലമാണ്. മുഴുവനും കൊള്ളയാണ്. ആളുകൾക്ക് നിത്യമായോ സാധനങ്ങൾ കിട്ടുന്നില്ല. സപ്ലൈകോ കൂട്ടാറായി. കാരണം ഏകദേശം ഒരു 12,000-ൽ പരം കോടി രൂപ ഈ കരാറുകാർ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അത് കൂട്ടിപ്പോകും. ഇവിടെ റേഷൻ കട തന്നെ നിങ്ങൾക്കറിയാം. റേഷൻ കട നടത്തുന്നവർക്ക് 1 രൂപയുടെ പ്രയോഗമുണ്ടോ? പ്രധാനപ്പെട്ട വളരെ വിദ്യാഭ്യാസ യോഗ്യമുള്ള ആളുകൾക്കാണ് ഈ പുതിയ കാലഘട്ടങ്ങളിൽ റേഷൻ കട കിട്ടിയിട്ടുള്ളത്. ആ റേഷൻ കട ഉള്ളത് കൊണ്ട് അവർക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റൂല. അവർക്ക് ആ റേഷൻ കട കൊണ്ട് ഉപയോഗമുണ്ടോ? ആ റേഷൻ കടയിലെ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായി കിട്ടുന്നുണ്ടോ? ഇപ്പൊ സഞ്ചി പരിശോധിക്കുമെന്നാണ് പറയുന്നത്. സഞ്ചി ഒഴിച്ച് ബാക്കി എല്ലാം ഭംഗിയായിട്ടിരിക്കുകയാണ്. സഞ്ചി പരിശോധിച്ചാൽ ഇവിടെ എല്ലാം ഭംഗിയാവുന്നതാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എത്ര തിരിച്ചടി നേരിട്ടാലും എന്തെല്ലാം ജനങ്ങളുടെ പ്രതിഷേധം വന്നാലും ഞങ്ങൾക്ക് ഒരു കുന്തവുമില്ല എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പൊ കരുതലും കൈത്താങ്ങുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഏറ്റവും അവസാനം മറ്റെല്ലാ സമ്പർക്ക പരിപാടിയും കഴിഞ്ഞു. അതുപോലെ നവകേരള സദസ്സ് കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെല്ലാം കൃത്യമായി മനസ്സിലായി. ഇപ്പൊ താലൂക്ക് അടിസ്ഥാനത്തില് ഇവിടെ കരുതലും കൈത്താങ്ങും എന്ന് പറഞ്ഞിറങ്ങിയിരിക്കും. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വികസനവും കരുതലും എന്ന് പറഞ്ഞ ഏറ്റവും ഡ്രീമായിട്ടുള്ള പ്രൊജക്ട്, രാജ്യത്തിലെ പാവപ്പെട്ട ആളുകളോടുള്ള കരുതല്, രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ള, നാടിന് വേണ്ടിയുള്ള വികസനം, ഇത് രണ്ടും കൃത്യമായി ചെയ്തുകൊണ്ട് നാടിന് മാതൃകയായ ഒരു മനുഷ്യനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ ഇപ്പോഴും ആളുകൾ, 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഒരു ദൈവപുത്രനായി കണ്ട് മെഴുകുതിരി കത്തിക്കുന്നത്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒടുങ്ങിയാൽ മതിയെന്ന് ആളുകൾ ചിന്തിക്കുന്ന ഈ ഘട്ടത്തിൽ CPM-കാർ പോലും തലയിൽ കൈവെച്ച് പറയണം, ഇതൊന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് കരുതുന്നു. ഓരോ കാര്യങ്ങളും പിണറായി വിജയനെ കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തെക്കുറിച്ച് പറയാറുണ്ട്. വിദ്യാഭ്യാസ മേഖല തകർത്തു, തൊഴിൽ മേഖല തകർത്തു, വ്യാപാരികളെല്ലാം ഇന്ന് പൂട്ടിക്കെട്ടലിന്റെ വക്കിലാണ്. അവർക്കൊന്നും ഒരു കച്ചവടമില്ല. ഓട്ടോറിക്ഷക്കാർ ഓട്ടമില്ല. തൊഴിലാളികൾ ദാരിദ്ര്യമാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ എല്ലാ സൗകര്യങ്ങളും ഇവർ എടുക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ വെള്ള ഡ്രസ് ഇടാൻ, സോപ്പ് മേടിക്കാൻ എവിടെന്നെങ്കിലും കടം വാങ്ങി സോപ്പ് വാങ്ങി ഇസ്തിരിയിട്ട്, അതും ചിരട്ടപ്പെട്ടിയിലെ ഇസ്തിരി, കാരണം കറണ്ടില് കുത്താൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ തേച്ച് മിനുക്കിയിടുന്ന കേരളത്തിലെ മലയാളികൾ എന്ന് പറയുന്ന ഏറ്റവും അഭിമാനവും വ്യക്തിത്വവും സൂക്ഷിക്കുന്ന മനുഷ്യരുടെ ഈ നല്ല വസ്ത്രങ്ങളല്ലാതെ ഉള്ളിലെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും ആണ് നമ്മളെ ഇന്ന് കേരളത്തിൽ ബാധിക്കുന്നത്. അത് കേരളത്തെ നമ്മുടെ തൊട്ടടുത്ത ഒരു രാജ്യമായ ഈ കൊളംബോ പോലെ, അമേരിക്ക പോലെ, ശ്രീലങ്ക പോലെ നമ്മളെ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയും ധാരാളം സമരങ്ങൾ, നമുക്ക് സമരം ചെയ്ത് നമ്മൾ മടുത്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഇവിടെ സമരത്തിന് വന്ന ആളുകൾ രാവിലെ പല ജോലികളും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ സമരത്തിന് വന്നിട്ടുള്ളത്. ആകെ ഈ വെയിലത്ത് ഒരു റബ്ബർ വെട്ടാൻ, സ്വന്തമായി വെട്ടാനുള്ള ആളുകൾ പോലും
അത് ഉപേക്ഷിച്ചിട്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ധാരാളം പേര് ആ ജോലി ഉള്ളതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാനും സാധിച്ചിട്ടില്ല. അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടി ഇവിടെ സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെല്ലാം മറുപടിയായി ഇവിടെ പൂങ്കോട് വാർഡ് ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസിനെ വിജയിപ്പിച്ചതുപോലെ പാലക്കാടും വയനാടും കേരള സർക്കാർ വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചടയമംഗലം വൈദ്യുതി ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണാ സമരം KPCCയുടെ ജനറൽ സെക്രട്ടറി MM നസീർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ദൃശ്യമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കാണുന്നത്. സമരമുഖത്ത് നിന്നുകൊണ്ട് സാക്ഷി TVക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് ഗോപൻ മുദ്രയും രാജ്മോഹനും. അധികാരം പിടിച്ചെടുക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ ഈ പ്രതിഷേധ മാർച്ച് ഇത് കുമ്പിൾ പഞ്ചായത്തിലെ മണ്ഡലത്തിലെ പ്രവർത്തകരുണ്ട്, കടക്കലിലെ മണ്ഡലം പ്രവർത്തകരുണ്ട്, നിലമേൽ മണ്ഡലം പ്രസിഡന്റ് റാഫിയുടെ നേതൃത്വത്തിൽ അത്